അപ്പൂപ്പൻ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ഉടനെ ഒരു അങ്കിൾ വന്ന് പറയാ, നിന്റെ അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചില്ലേ? അപ്പുറത്തെ വീട്ടിലെ പീതാംബരൻ ചേട്ടൻ കിടന്നാ ഇനിയും പോയിട്ടില്ല, ചത്താലും പ്രഷർ കമ്പാരിസൺ. എന്റെ അപ്പൂപ്പൻ മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. പാവം, അവന് നല്ല വിഷമമുണ്ട്. അവൻ്റെ അപ്പൂപ്പൻ ചത്തു. അപ്പൂപ്പന്മാരോടൊക്കെ ഇപ്പോഴും നല്ല സ്നേഹമുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് കാണുമ്പം തന്നെ ഒരു ആശ്വാസം. അങ്കിൾ വന്ന് പറയാ, നിന്റെ അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചില്ലേ? അപ്പുറത്തെ വീട്ടിലെ പീതാംബരൻ ചേട്ടൻ കിടന്നാ ഇനിയും പോയിട്ടില്ല, ചത്താലും. ഇവൻ്റെ അപ്പൂപ്പൻ മാത്രമല്ല കേട്ടോ, തൊട്ടടുത്ത വീട്ടിലും ആരാണ്ട് വയ്യാതെ കിടപ്പുണ്ട്. കിടപ്പ് രോഗിയാണെന്ന് തോന്നുന്നു. കഷ്ടം. അനന്തപുരിയിൽ ചിരി തെളിയുന്നു മലയാളത്തിന്റെ സ്വന്തം സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. ഇത് കോമഡി ആയിരുന്നോ? ഒരു അപ്പൂപ്പൻ ചത്തു, അതും അറ്റാക്ക് വന്നു. അപ്പുറത്തൊരാൾ കിടന്ന കിടപ്പെ തന്നെ കിടക്കുന്നു, ഇനിയും മരിച്ചിട്ടില്ല, കിടന്നു അരയിക്കുക. ഇതാണോ കോമഡി? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണോ ഇത്? ഏതായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, നീ പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് വേണ്ട, ഒന്ന് ചിരിച്ചു കൊടുത്തേക്കാം. മതിയോ? ഇതാണോ കോമഡി? ബസ് സ്റ്റാൻഡിൽ പോലും വേഷത്തില്ലിത്. 5 രൂപ പോലും കിട്ടത്തില്ല. കുറേ മരപ്പാഴികളുണ്ട്, എന്തോ വലിയ സംഭവമാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. നേരെ നിന്ന് കുറേ പരദൂഷണം പോലെ കുറേ എന്തൊക്കെയോ അങ്ങ് ബളബളാന്നങ്ങ് പറയും, എന്നിട്ട് മനുഷ്യനെ അങ്ങ് വെറുപ്പിക്കും. അതിൻ്റെ പേരാ സ്റ്റാൻഡപ്പ് കോമഡി. ഇവന്മാർ ജീവൻ പോയോട്ട് ഇരിക്കത്തുമില്ല, അങ്ങ് നിന്നോണ്ടങ്ങ് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഈ കൽപ്പണിക്കാർ, തടിപ്പണിക്കാർ, പാടത്തും വരമ്പിലും പണിത് തഴമ്പിച്ച് നടക്കുന്നവർ, അവർക്ക് ആ ഫീല് തരാൻ പറ്റും. കാരണം അവർക്ക് ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട്. എന്നാൽ അവർക്കൊന്നും ആ അംഗീകാരമൊട്ട് കിട്ടാനും പോകുന്നില്ല. ഇത്തരം ഹൈ ക്ലാസ് ഏസിക്കാതിരിക്കുന്ന മൊണ്ണകൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലത്. അവരുടെ ഒന്നും അത് കേൾക്കാനായിട്ടൊന്നും ഒരു ആകർഷണീയതയും കാണത്തില്ല. ഇവനൊന്നും കൊടുക്കുന്നതിൻ്റെ പകുതി പൈസ കൊടുക്കണ്ട. ഏതേലും റോഡിൽ കുടിച്ചു കിടക്കുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് പോയിട്ട്, അല്ലെ ഏതെങ്കിലും ഒരു സാധാരണ ഒരു എവിടുന്നേലും പണിതുകൊണ്ടിരിക്കുന്ന ഒരു പണിക്കാരനെ വിളിച്ചുകൊണ്ട് പോയിട്ട് 1/2 ലിറ്ററിൻ്റെ ഒരു റമ്മ്, ഒരു 450 രൂപ 500 രൂപ ആവും, അതങ്ങ് മേടിച്ചു കൊടുത്തിട്ട് ആ സ്റ്റേജിലോട്ടങ്ങ് കയറ്റി വിട്ടാൽ മതി. പിന്നെ അവൻ പറഞ്ഞു തരും നല്ല ഒന്നാം തരം സ്റ്റാൻഡപ്പ് കോമഡി. നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിച്ച് ചിരിക്കുകയും ചെയ്യാം. നിങ്ങൾ ജന്മത്ത് മറക്കത്തില്ലാത്തൊരു അനുഭവമായിരിക്കും അത്. പിന്നെ സ്റ്റാൻഡപ്പ് കോമഡി എന്നാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു കോളേജിലെ ഒരു ഫസ്റ്റ് ഇയർ ഒരു പഠിപ്പിസ്റ്റ് മൊണ്ണ ഈ സോഡാ കുപ്പിയൊക്കെ വെച്ച്, ഇവന് ബൈക്കിൽ അത്ര എക്സ്പെർട്ട് അല്ല, എന്നാൽ ബൈക്ക് നല്ലപോലെ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഓരോരുത്തർ ഈ കാമുകിയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ ഇവന് ഓർക്കുന്നത് അങ്ങനെ ബൈക്കൊക്കെ ആയിട്ട് പോയാൽ വലിയ എല്ലാ കാമുകിമാരെയും കിട്ടിയാലോ, അങ്ങനൊരു ആലോചനയുണ്ട്. ഇവൻ ഇങ്ങനെ കോളേജ് വിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ അടുത്താണ് ധനാഢ്യനായൊരു കുടിയനുള്ളത്. അയാളുടെ വീട്ടിൽ കുറേ കമ്പ്യൂട്ടറും കുറേ ഇലക്ട്രോണിക് ഡിവൈസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്ക് ഇവനിങ്ങനെ നെറ്റ് നോക്കാനൊക്കെ ആയിട്ട് അയാളുടെ വീട്ടിൽ പോയി, അയാളുമായിട്ട് നല്ല പരിചയമുണ്ട്. അയാളുടെ വീട്ടിലെ ബൈക്കുണ്ട്, അതെടുത്ത് അവനിങ്ങനെ അയാളുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞുഴഞ്ഞ് നടക്കുമായിരുന്നു. അപ്പം കുടിയനിങ്ങനെ കുടിച്ച് വീലായിട്ട് ഇങ്ങനെ നിൽക്കുക. സാധനം മൊത്തം തീർന്നു. ഇവനെ കണ്ട ഉടൻ കുടിയൻ ചോദിച്ചു, ഒരു ഹെൽപ്പ് ചെയ്യാവോ? ബിവറേജ് വരെ പോയൊന്ന് കുറച്ച് സാധനം മേടിക്കാവോ? ഇവൻ, ഞാനോ ബിവറേജിലോ? പോകുന്ന വഴിക്കെങ്ങാനും എന്നെ പഠിപ്പിച്ച എൻ്റെ സാറുമാരോ അല്ലെ എൻ്റെ ആൾക്കാരോ എൻ്റെ കൂട്ടുകാരോ അച്ഛനും അമ്മയൊക്കെ കണ്ടാൽ? വെറുതെ വേണ്ടടാ, നീ ബൈക്ക് എടുത്തുകൊണ്ട് ഓടിച്ചോ, നീ എത്ര വേണേലും ഓടിച്ചോ, നീ ഒരു പോയിട്ടിങ്ങ് വന്നാൽ മതി. അങ്ങനെ പറയും. തെല്ലു ഭയത്തോടെ ബിവറേജിൽ പോകാനായിട്ട് വിസമ്മതിച്ച ആ പഠിപ്പിസ്റ്റ് അന്നേരമാണ് ക്ലാസ്സിൽ വെച്ച് വായിച്ച ഒരു മഹാന്റെ കൊട്ടേഷൻ ഓർമ്മ വന്നത്, ഒരവസരവും പാഴാക്കരുത്. ഉടൻ തന്നെ ആ പഠിപ്പിസ്റ്റ് വിറച്ചുകൊണ്ട് ബൈക്കിൽ കയറി. അപ്പോൾ കുടിയൻ ഒരു റമ്മ്, ഒരു പൈൻറ്റ്, ബ്രാൻഡി വേണ്ട, ഷുഗറിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ബ്രാൻഡി വേണ്ട, പിന്നെ നാരങ്ങാ വെള്ളം കിട്ടുവാണെങ്കിൽ അതുകൂടെ മേടിച്ചോ. ഈ പഠിപ്പിസ്റ്റ് അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് തപ്പിയും തടഞ്ഞു നോക്കി അത് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി. പിന്നെ ആ ലിസ്റ്റ് പെട്ടെന്നൊന്ന് ഒന്നുകൂടെ ഓർക്കാൻ നോക്കി. അപ്പോഴത്തേക്കാണെങ്കിൽ കുടിയൻ അകത്തോട്ട് കയറി ആ കഥ അടച്ചു. കുറേ നേരം വിളിച്ചിട്ടൊന്നും കുടിയൻ വന്നില്ല. പിന്നെ ഓർത്തു, ബ്രാൻഡി വേണ്ട, ഒരു റമ്മും ഒരു പൈൻറ്റും പിന്നെ നാരങ്ങാ വെള്ളവും. കുറേ ആലോചിച്ച് തപ്പിയും തടഞ്ഞും വണ്ടി മറിച്ചിടാനൊക്കെ പോവുകയും വെട്ടിപ്പോവുകയൊക്കെ ചെയ്ത് ഒരു തരത്തിൽ ബിവറേജിലെത്തി അങ്ങ് ഇറങ്ങി. നേരെ ബിവറേജ് ചെന്നിട്ട് ലിസ്റ്റ് ഓർത്തു. ആദ്യം ബ്രാൻഡി എന്ന് പറഞ്ഞു, പിന്നെ അവരെടുക്കാൻ നോക്കിയതിന് അയ്യോ ബ്രാൻഡി വേണ്ട, പിന്നെ ഒരു റമ്മ്, അതൊരു പൈൻറ്റ്, അങ്ങനെ മേടിച്ചു.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് തിരിഞ്ഞു നിന്നിട്ട് അയ്യോ ഒരു നാരങ്ങ വെള്ളം കൊണ്ടാണ് മറന്നുപോയത്. ആ ബിവറേജിലെ ബില്ലടിക്കുന്ന ആളും അവിടെ എടുത്തു കൊടുക്കുന്ന ആളും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നാരങ്ങ വെള്ളമോ ഇവിടെ? സാറേ ഇവിടെ നാരങ്ങ വെള്ളം കൊടുക്കാൻ തുടങ്ങിയായിരുന്നു, എന്നോട് പറയണ്ടേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഉടനെ അവർ ഇവിടെ ഒന്നും നാരങ്ങ വെള്ളമൊന്നുമില്ല, അത് അപ്പുറത്തെ വല്ല ബേക്കറിയിലും കാണും. ബിവറേജിലൊക്കെ ഒന്ന് നാരങ്ങ വെള്ളം ചോദിക്കാൻ തുടങ്ങിയോ, ആരാടാ ഈ മൊണ്ണ? അവരെല്ലാം കൂട്ടച്ചിരിയിരിച്ചു. അപ്പോൾ ആ പഠിപ്പിച്ചിട്ട് പോകാൻ നേരം തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇതെനിക്ക് കുടിക്കാനല്ല വേറൊരാക്കാം. അപ്പോൾ ബിവറേജിലെ ആ ബില്ലടിക്കുന്ന ആള് അത് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നാരങ്ങ വെള്ളം ചോദിച്ചപ്പോഴേ മനസ്സിലായി, പിഴയാകാനായിട്ടും അതിനും വേണവേ ഒരു തകൃതം എന്ന് പറഞ്ഞ് ബിവറേജിൽ വന്ന ആൾക്കാരും ആ ബിവറേജിനകത്ത് നിൽക്കുന്നവരെല്ലാം കൂട്ടച്ചിരി. ആ കൂട്ടച്ചിരിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതുപോലും മനസ്സിലാകാതെ ആ പഠിപ്പിസ്റ്റ് ബൈക്കിൽ കയറി തിരിച്ച് തുഴഞ്ഞ് അവിടെ എത്തി, വീട്ടിലെത്തി. ഇതൊക്കെയാണ് ഒരു തന്നാൽ അത്ര ആരെയും വധിക്കത്തില്ലാത്ത ഒരു ഭേദമില്ലാത്ത കോമഡി. ഈ കഥയാകുമ്പം അത് നീ മുമ്പേ പറഞ്ഞ ആ മരണക്കഥയെക്കാളിലും ഭേദമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകുമ്പോൾ ഒരു 5 പേരെങ്കിലും ചിരിക്കാതിരിക്കത്തില്ല, അത് ഉറപ്പാ. പിന്നെ ഒത്തിരി ഉണ്ട്, നിന്നെക്കാട്ടിലും കൂടുതൽ കോമഡി കഥ എനിക്കറിയാം. അത് ഒളിഞ്ഞു നോക്കാൻ പോയ അപ്പൂപ്പൻ്റെ തല തേങ്ങ വീണതും, പിന്നെ ആ തേങ്ങായും അപ്പൂപ്പനെ എല്ലാവരുടെ വീട്ടിൽ കൊണ്ടുവന്നതും, മുത്തശ്ശി അതെടുത്ത് തേങ്ങ എടുത്ത് കുലുക്കി നോക്കിയതും, പിന്നെ ഇയാളെ കൊണ്ട് ഇന്നാണല്ലോ ഒരു തേങ്ങാക്കെങ്കിലും ഉപകാരം ഉണ്ടായെന്നൊക്കെയുള്ള കുറേ കഥകളുണ്ട്. നീയൊക്കെ കുറേ കൂടെ ഒക്കെ പോയി പഠിച്ചിട്ടോ, സാധാരണ ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് കുറച്ചൊന്ന് ഇടപഴകി ഒക്കെ പഠിച്ചിട്ടൊക്കെ വന്നാലേ അത് ശരിയാത്തുള്ളൂ. അല്ല എന്നതിന് ഈ എപ്പോഴും നിന്നുകൊണ്ട് തന്നെ പറയുന്നത്, അവിടെ കാണുമെന്ന് ഇരുന്ന് പറഞ്ഞാൽ പോരെ, കാല് കഴിക്കുമല്ലേ. പിന്നെ ഈ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ആണുങ്ങൾക്കൊന്നും അത്ര അതൊന്നും നല്ല ശീലമൊന്നും അല്ലത്. സ്റ്റാൻഡാണേലും അപ്പാണേലും എന്നതാണേലും എനിക്ക് ഈ സ്റ്റാൻഡപ്പ് കോമഡി ഇഷ്ടമേ ഇല്ല.